സാധ്യതയുള്ള റോഡ് വനം വകുപ്പിന്റെ നിഷ്ക്രിയ നടപടികളാൽ ഇന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ചങ്ങലകളെ അഴിച്ചു മാറ്റാൻ സാധാരണക്കാരായ നട്ടുള്ള ആളുകൾ ഇവിടെ കൂടിയതിന്റെ ഫലമാണ് ഇത്ര വമ്പിച്ച ജനകീയ മുന്നേറ്റ യാത്ര ഇവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആര് നമുക്ക് വേണ്ടി ഈ റോഡിന് വേണ്ടി നിൽക്കുന്നുവോ അവർക്ക് വേണ്ടി ജനം ശബ്ദിക്കുന്ന നാളുകൾ അടുത്തു വരിക. ആര് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുവോ അവർക്ക് വേണ്ടി ജനം ശബ്ദിച്ചു കൊടുക്കും. അതൊക്കെ നമ്മൾ കാണുവാൻ പോകുന്ന സമയങ്ങളാണ്. കാരണം പലരും പല രീതിയിലുള്ള പറയുന്നത് ഈ PWD റോഡ് കോടതി തീരുമാനിക്കട്ടെ. എങ്ങനെയാണ് PWD എല്ലാ അവകാശവും എല്ലാ അധികാരങ്ങളും എല്ലാ രേഖകളും കയ്യിലുള്ളപ്പോ പിന്നെ കോടതിക്ക് എന്തിനാണ് തീരുമാനിക്കാനായിട്ട് സാധിക്കേണ്ടത്? സർക്കാർ തന്നെ ഏറ്റെടുക്കട്ടെ ഈ തീരുമാനം, സർക്കാർ ഈ നടപടികൾ എടുക്കട്ടെ. കാരണം കയ്യിലുള്ള രേഖകൾ വെച്ച് ഇത് PWD റോഡാണ്, ഇത് ഞങ്ങളുടേതാണ്, PWD സമർത്ഥമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കട്ടെ, ഒരു രേഖ കൊടുക്കട്ടെ, ഒരു ഉത്തരവ് ഇറക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ റോഡ് തുടങ്ങും, അപ്പോൾ ഈ റോഡ് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. അതാണ് ജനം ആഗ്രഹിക്കുന്നത്, അതാണ് സർക്കാർ സംവിധാനങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പല തടസ്സങ്ങളും ഉന്നയിക്കുക. ഞാൻ ഒരു റേഞ്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ റേഞ്ച് ഓഫീസർ പറയുകയാണ്, പ്രിയമുള്ളവരെ, PWD ഡിപ്പാർട്ട്മെന്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അവരുടെ റോഡാണെങ്കിൽ അവർ എപ്പോൾ അത് ക്ലെയിം ചെയ്യുന്നുവോ അപ്പോൾ മുതൽ അവരുടെ റോഡാണ്, ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ PWD എന്തുകൊണ്ട് അത് ക്ലെയിം ചെയ്യുന്നില്ല? അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നാളെ ഈ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി സഭാ സംവിധാനങ്ങളും അഭിന്റെ പിതാവ് രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനങ്ങളും ഒറ്റക്കെട്ടായി തുടർന്നും പൊരുതണം. ഈ റോഡ് നമുക്ക് നേടിയെടുക്കണം. 65ഓളം ആദിവാസി ഉന്നതികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം മാങ്കുളം, കുട്ടമ്പുഴ, കീരമ്പാറ, കോതമംഗലം തുടങ്ങിയ സകല മേഖലകളിലും ഉണർവായിട്ട് ഈ റോഡ് തുറന്ന് വികസനത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.